ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഈ ഒരു ചാപ്റ്ററും കൂടെ അല്ലെങ്കിൽ ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ ഈ മോഡ്യൂൾ നമ്മുടെ അവസാനിക്കും. അപ്പോൾ നമുക്ക് ഒരു മോഡ്യൂളും കൂടെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിനി മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ 3 സബ്ജക്റ്റിന്റെ ചെറിയ ചെറിയ കണ്ടന്റ് ആണ് നിങ്ങളുടെ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ഒരു ഭാഗം, +2ന്റെ ഭാഗം, ഡിഗ്രി ഫൈനൽ ഇയർ സെക്കൻഡ് ഇയറിന് പഠിപ്പിക്കുന്ന EDPയുടെ കുറച്ച് പോർഷൻ, അതുപോലെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ബിസിനസ് മാനേജ്മെന്റിന്റെ ഒരു പോർഷൻ. ഈ ബിസിനസ് മാനേജ്മെന്റിന്റെ പോർഷന്റെ ആണ് ഞാൻ നോട്ട് തരാത്തത്. അപ്പൊ ഇത് നമുക്ക് കോളേജ് തുറന്നാൽ എന്തായാലും ക്ലാസ് തുടങ്ങുക എന്ന് പറയുന്നുണ്ടല്ലോ. ഇനി ആ റൂള് എന്തെങ്കിലും വയലേഷൻ വന്നാൽ തന്നെയും നിങ്ങൾ ഒരു ദിവസം ഇത് എടുക്കുന്ന എല്ലാവരും കൂടിയിട്ട് കോളേജിൽ വരണം. അത് ഞാൻ ഗ്രൂപ്പിലൊന്നും കൂടെ പറയാം. എന്നിട്ട് നമുക്ക് ആ നോട്ട് നിങ്ങൾ പോയിട്ട് ഫോട്ടോ കോപ്പി എടുത്ത് വന്ന് അത് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. മാത്രമല്ല, എനിക്ക് 2 ദിവസം നിങ്ങൾ തന്നെ ക്ലാസ്സിൽ ഇടുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് ഇരിക്കാം. പ്രിൻസിപ്പളോട് സാങ്ഷൻ ചോദിച്ചിട്ട് ചെയ്യണം എന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ 2 ഭാഗമായിട്ട് നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് പറഞ്ഞു തന്നാലും വിഴാതല്ല. എന്തായാലും ഇനി എടുക്കുന്ന ഭാഗം എനിക്ക് നിങ്ങളൊന്ന് കൂടെ നിന്ന് പറഞ്ഞു തരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഓക്കെ, നമുക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. 1956 കമ്പനീസ് ആക്ട് അനുസരിച്ച് ഗവൺമെന്റ് റൂൾസ് ഗവേൺഡ് ബൈ ദ കമ്പനീസ് ആക്ട് 1956 അനുസരിച്ചിട്ടുള്ള ഒരു കമ്പനീനെയാണ് നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ എ കമ്പനി ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഒരു കമ്പനി എന്താണ്? Association of person formed for carrying out business activity and has legal status independent of its members. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കോമൺ ബിസിനസ് ആക്ടിവിറ്റി ഫോം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് മെമ്പേഴ്സ് കൂടി ഫോം ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ് കമ്പനി എന്ന് പറഞ്ഞാൽ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ആൻ ഓർഗനൈസേഷൻ governed by the Companies Act 1956. A company can be described as an artificial person having a separate legal entity, perpetual succession and common seal. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് അവിടുത്തെ മെമ്പേഴ്സ് റിട്ടയർ ചെയ്താലും റിട്ടയർ ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ സ്ഥാപനം, ഇപ്പോൾ ഒരു ഗവൺമെന്റ് കമ്പനിയുടെ കാര്യം പറയും, ഇപ്പോൾ KSFE അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകൾ, എന്ത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, ഒരു പബ്ലിക് അണ്ടർടേക്കിംഗ്, അതിലെ ആൾക്കാരുടെ മരണമോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക റിട്ടയർമെന്റോ ഒന്നും കമ്പനിയുടെ സക്സഷനെ ബാധിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. നിയമപരമായ ഒരു കമ്പനിയുടെ പേരിലാണ് അവിടുത്തെ ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അതിന് കമ്പനിക്ക് സ്വന്തം പേരിൽ കമ്പനിയുടെ പേരാണ് അവിടെ ആ ലീഗൽ എൻറ്റിറ്റി ഉണ്ടാക്കുന്നത്. മാത്രമല്ല, കമ്പനിയുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് എന്താ? കമ്പനിയുടെ സീലാണ്. അപ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിന്റെ റിട്ടയർമെന്റോ മരണമോ ഒന്നും കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. അതിനെയാണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ട്ണർഷിപ്പോ ആർക്കെങ്കിലും മരണപ്പെടുക അല്ലെങ്കിൽ തുടരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് അവിടെ അവസാനിപ്പിക്കാം. പക്ഷെ ഇതങ്ങനെ സാധിക്കില്ല. ഇത് ലൈഫ് ലോങ് മുന്നോട്ട് പോകും. അതിനെയാണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ സാധാരണ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് ആയാലും ഒരു കമ്പനിയുടെ എന്തെങ്കിലും പ്രമാണം ഉണ്ടാകുമ്പോൾ അതിൽ എന്താ ഒപ്പിടുക? ആരാ ഒപ്പിടുക? പാർട്ട്നേഴ്സ് ആണ് ഒപ്പിടുക. ഇവിടെ എന്താണ്? കമ്പനിക്കുള്ള കോമൺ സീലാണ്. അപ്പോൾ ഇതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രത്യേകത. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് പഠിക്കാൻ നമുക്ക്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഞാൻ പറഞ്ഞല്ലോ. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ട്, ഇപ്പം ഒരു ബാങ്കിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ആരാ? ബാങ്ക് മാനേജറും അവിടുത്തെ സ്റ്റാഫുമാണ്. അതേപോലെ ഇപ്പോൾ KSEBയിലാണെങ്കിൽ അതിന്റെ ഓഫീസേഴ്സ്, അല്ലെങ്കിൽ എന്ത് സ്ഥാപനം നിങ്ങൾ എടുത്തോളൂ, പബ്ലിക് അണ്ടർടേക്കിങ്ങോ പ്രൈവറ്റ് അണ്ടർടേക്കിങ്ങോ എന്തെടുത്തോളൂ, അവിടുത്തെ ആരാണ് അവിടുത്തെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ള രീതിയിലാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നു ഫോർമേഷൻ. കമ്പനിയുടെ ഫോർമേഷൻ ഇത്തിരി എക്സ്പെൻസീവും കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഇറ്റ് ഇൻവോൾവ് ദ പ്രിപ്പറേഷൻ ഓഫ് സെവറൽ ഡോക്യുമെന്റ്സ് ആൻഡ് കംപ്ലൈൻസസ് വിത്ത് സെവറൽ ലീഗൽ റിക്വയർമെന്റ് ബിഫോർ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ഫംഗ്ഷനിങ്. സാധാരണ ഒരു കമ്പനി തുടങ്ങുന്നത് പോലെ കുറച്ച് പൈസ കയ്യിലുണ്ട്, കമ്പനി തുടങ്ങാം, അല്ലെങ്കിൽ കുറച്ച് പേര് ഒന്നിച്ചൊരു പ്രവർത്തനം തുടങ്ങാൻ ആഗ്രഹിച്ചു തുടങ്ങാം. അത് പറ്റില്ല.
കാരണം എന്താ വെച്ചാൽ ഒരു കമ്പനി ആക്ട് 1956 അനുസരിച്ച് കുറേ കാര്യങ്ങൾ ഫയൽ ചെയ്യാനുണ്ട്. അതനുസരിച്ച് മാത്രമേ ഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ പെർപച്വൽ സക്സഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്? കമ്പനിയുടെ ഒരു വ്യക്തിയുടെ മരണമോ റിട്ടയർമെന്റോ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. കൺട്രോൾ, നിർബന്ധമായും ഗവൺമെന്റ് കൺട്രോൾ ഉണ്ട്. അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അവരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതുപോലെ ലയബിലിറ്റിയുടെ കാര്യം ലിമിറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കമ്പനിയുടെ ബാധ്യത, കമ്പനി വരുത്തിവെക്കുന്ന ബാധ്യത അതിലെ അംഗങ്ങളുടെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ സ്വത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കമ്പനിയുടെയാണ്. പേഴ്സണൽ ആയിട്ടുള്ള ആസ്തികളൊന്നും ഇതുമായി നഷ്ടം വന്നതിന്റെ പേരിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അണ്ടർടേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനി പൂട്ടിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ ആസ്തിയൊന്നും പോകുന്നില്ലല്ലോ. അതുപോലെ കോമൺ സീൽ ഉണ്ടായിരിക്കും. റിസ്ക് ബെയറിംഗ്, റിസ്ക്കും നമുക്ക് പേഴ്സണൽ റിസ്ക് ഒന്നും ഉണ്ടാവുന്നില്ല. അടുത്തത് ഇതിന്റെ മെറിറ്റ്സ് ആണ്. മെറിറ്റ്സ് ലിമിറ്റഡ് ലയബിലിറ്റി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മുൻപത്തെ ക്ലാസ്സുകളിൽ പാർട്ട്ണർഷിപ്പും സോൾ പ്രൊപ്പറേറ്റർഷിപ്പും ഒക്കെ പറഞ്ഞപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന ടേം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണത്? കമ്പനിയുടെ ബാധ്യത അംഗങ്ങളെ ബാധിക്കും. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലും പാർട്ട്ണർഷിപ്പിലും ബാധിക്കും, എന്നാൽ ഇതിൽ ബാധിക്കില്ല. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, എനിക്ക് ഈ സ്ഥാപനത്തിലുള്ള ഇൻട്രസ്റ്റ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എനിക്ക് ഈ സ്ഥാപനത്തിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഷെയർ എനിക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. പെർപച്വൽ എക്സിസ്റ്റൻസ്, കമ്പനിക്ക് സ്ഥിരം നിലനിൽപ്പ് ഉണ്ടായിരിക്കും. സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ, കമ്പനിക്ക് ആവശ്യമെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് കുറച്ചുകൂടെ വ്യാപിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം, അതിൻ്റെ ഫങ്ഷനിങ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോസിബിൾ ആണ്. ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ലിമിറ്റേഷൻ ആണ് പറയുന്നത്. കോംപ്ലക്സിറ്റി ഓഫ് ഇൻഫർമേഷൻ, കാരണം ഒരുപാട് നൂലാമാലകളുണ്ട്. ഞാൻ പറഞ്ഞു ഫോർമേഷന്റെ സമയത്ത് തന്നെ പറഞ്ഞു, ഒരുപാട് നൂലാമാലകളുണ്ട്, അതൊരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് സീക്രസി, എല്ലാം ഓപ്പൺ ആയിരിക്കണം. കമ്പനിയുടെ ഓഡിറ്റിങ്ങും അതിന്റെ തീരുമാനങ്ങളും ഒന്നും നമുക്ക് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പബ്ലിക് അണ്ടർടേക്കിംഗ് പോലെ തന്നെയാണ് അത്. കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കണം, അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കണം, പബ്ലിക്കിനെ അറിയിക്കണം. ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെന്റ്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഇല്ല. പിന്നെ ന്യൂമറസ് റെഗുലേഷൻസ്, കമ്പനി ആക്ട് 1956 അനുസരിച്ചുള്ള റെഗുലേഷൻസ് ഒക്കെ ബാധകമാണ്. ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്, കമ്പനി പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബോർഡ് മീറ്റിംഗ് വിളിക്കണം. അങ്ങനെ ബോർഡ് മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ പറ്റില്ല. വർഷത്തിൽ ഇത്ര പ്രാവശ്യം വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓളിഗാർക്കിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അതായത് കമ്പനി ഈസ് എ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വെറിൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഹു ആർ ദ ഓണേഴ്സ് ഇൻ പ്രാക്ടീസ്. ഹവർ ദ മോസ്റ്റ് ലാർജ് സൈസ്ഡ് ഓർഗനൈസേഷൻ ഹാവിംഗ് ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ് ഹാവ് മിനിമൽ ഇൻഫ്ലുവൻസ് ഇൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് കൺട്രോളിംഗ് ബിസിനസ്. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു സ്ഥാപനത്തിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ആ രീതിയിലുള്ളൊരു മാനേജ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഒളിഗാർഹിക് എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റ് ഇൻ ഇൻട്രസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാപനത്തിനോടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഷെയർ വാങ്ങിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഷെയറിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളിൽ താല്പര്യങ്ങളിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ പല രീതിയിലുള്ള ആൾക്കാരല്ലേ നമുക്ക് ചിലപ്പോൾ തീരുമാനിക്കും കമ്പനിയുടെ ചിലരുടെ ഉദാഹരണത്തിന് ഇൻട്രസ്റ്റ് ഇൻ ഹൈ സാലറി, കൺസ്യൂമർ ഡിസയർ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് അറ്റ് ലോവർ പ്രൈസ്, അങ്ങനെ പല അഭിപ്രായങ്ങൾ പല ആൾക്കാർ പറയും. അപ്പോൾ അതിന് വ്യത്യസ്തതകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് 2.6.1 ടൈപ്സ് ഓഫ് കമ്പനി, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനി ഉണ്ട്. ഇത് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പഠിക്കാനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ അത് ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനി പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്ന് അറിയുന്നത്? പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആയിരിക്കും, വെറും ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് കമ്പനി ആയിരിക്കും. അപ്പോൾ എന്താണ് പബ്ലിക് കമ്പനിയും എന്താണ് പ്രൈവറ്റ് കമ്പനി തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പേജ് നമ്പർ 43 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആ ഫോട്ടോ കോപ്പി എടുത്തതിൽ ഉണ്ടാവും. ഇതിൽ ചെറിയ ചെറിയ കള്ളികളായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്. അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.